Shiny lights and purple sky, everything's so bright. 기다려왔어 지금이야. Turn off your phone and off your mind. Look at you so bright. 멈출 수 없어 지금이야. Oh, I'll take you to the moon. Hi friends, എല്ലാവർക്കും ലിജീസ് വ്ലോഗ്സിലേക്ക് സ്വാഗതം. നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഞാൻ കുറച്ച് ദിവസം മുൻപ് ഞങ്ങൾക്കിവിടെ നല്ല തണുപ്പുണ്ടായിരുന്ന ഒരു ദിവസം എടുത്തിരിക്കുന്ന ഒരു വീഡിയോ കേട്ടോ. അപ്പോൾ എനിക്ക് ഈ ദിവസങ്ങളുടെ ടൈം കിട്ടാത്തതുകൊണ്ട് ഞാൻ ഇന്ന് നിങ്ങളുടെ അടുത്തേക്ക് ഇത് അപ്ലോഡ് ചെയ്യുകയാണ്. അപ്പോൾ അങ്ങനെ ഞങ്ങൾ കടയിലൊക്കെ പോയി വന്നു. പുറത്തൊക്കെ നല്ല തണുപ്പാണ്. ഇനി ഉച്ചക്കാലത്ത് ലഞ്ച് ഉണ്ടാക്കാനുള്ള കാര്യങ്ങളിലേക്ക് കിടക്കണം. ഇത്തിരി ഐറ്റംസൊക്കെ വാങ്ങിക്കാനുണ്ടായിരുന്നുള്ളൂ. പിന്നെ പച്ചക്കറി ഐറ്റംസ് അതൊക്കെയാണ് കൂടുതൽ. അപ്പോൾ അതെല്ലാം കുറച്ചൊക്കെ ആയിട്ട് വാങ്ങിച്ചുകൊണ്ട് വന്നു. അപ്പോൾ കുറച്ചെടുത്ത് വെക്കേണ്ടതൊക്കെ എടുത്ത് വെച്ചു. ബാക്കിയൊക്കെ ഇങ്ങനെ ഇരിക്കുക. പിന്നെ ഇപ്പം ഞങ്ങൾക്കിവിടെ നല്ല മട്ടറൊക്കെ കിട്ടുന്ന നല്ല ഗ്രീൻ പീസ് കിട്ടുന്ന ടൈമാണ്. അപ്പോൾ ഞങ്ങൾക്കൂടി ഉണ്ടായിരുന്നത് കഴിയാറായിരുന്നു. അപ്പോൾ ഞാൻ ഓർത്തുന്ന ഇതൊക്കെ വെച്ച് നല്ല വെജിറ്റബിൾസ് ഒക്കെ കിട്ടുന്ന നല്ല സീസൺ അത്. ഇതൊക്കെ വെച്ച് ചെറുതായിട്ടൊരു വെജിറ്റബിൾ റൈസ് ഉണ്ടാക്കാമെന്ന്, സിമ്പിളായിട്ട് ഫാസ്റ്റായിട്ട് ഉണ്ടാക്കാവുന്ന വെജിറ്റബിൾ റൈസ്. പിന്നെ കറി ഞങ്ങൾക്ക് ചിക്കൻ കറി ഇരിപ്പുണ്ട്. ഇന്നലെ വൈകുന്നേരം ഞാൻ ചിക്കൻ കറി വെച്ചായിരുന്നു. അപ്പോൾ ചിക്കൻ കറി ഇരിപ്പുണ്ട്. വെജിറ്റബിൾ റൈസ് ചിക്കൻ കറിയും കൂടെ ആവാൻ നല്ല സൂപ്പറായിരിക്കും. അപ്പോൾ അതിനുള്ള പ്രിപ്പറേഷൻസിന് കുറച്ച് ബീൻസ് എടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ ഞാൻ ഫ്രിഡ്ജിൽ ഉണ്ടായിരുന്ന ബീൻസ് എടുത്തു കേട്ടോ. അപ്പോൾ വാങ്ങിക്കൊണ്ടുവന്നത് എടുത്തിട്ടില്ല. പഴയത് കഴിഞ്ഞിട്ട് പുതിയത് എടുക്കാമെന്ന് വിചാരിച്ചു. പിന്നെ ക്യാരറ്റ്, സവോള, ഒരു ഉരുളക്കിഴങ്ങ് ഇത്രയ്ക്കൊക്കെ എടുത്തേക്കണം. അപ്പോൾ ഗ്രീൻ പീസ് കുറച്ച് കുറവെന്ന് എനിക്ക് തോന്നി. അപ്പോൾ കുറച്ചും കൂടെ ക്ലീനാക്കി എടുക്കാമെന്ന് വിചാരിക്കണം. കുറച്ചും കൂടെ ക്ലീനാക്കി എടുത്തിട്ട് പിന്നെ ഇതും കൂടെ ക്ലീൻ ചെയ്തെടുത്തിട്ട് റൈസ് കുക്ക് ചെയ്യും. ഇതിൻ്റെ സീസണാണ് കേട്ടോ. തണുപ്പാലം എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ സീസണാണ്. ഞങ്ങൾക്ക് ഇതിനോട് മട്ടർ എന്ന് പറയാം. ഹിന്ദിയിൽ നമ്മൾ പറയുന്നത് മട്ടർ എന്നാണ്. ഇത് ഇഷ്ടമുള്ളവരുണ്ട്, ഇഷ്ടമില്ലാത്തവരുണ്ട്. നമ്മുടെ അഞ്ചുവിന് ഇത് വലിയ ഇഷ്ടമൊന്നുമില്ല കേട്ടോ. അഞ്ചു ഇതൊക്കെ കണ്ടു കഴിഞ്ഞാൽ ചിലപ്പോൾ പറക്കി മാറ്റി വയ്ക്കും. ബാക്കി വെജിറ്റബിൾസ് ഒന്നും കുഴപ്പമില്ല. പക്ഷേ മട്ടറിനോട് വലിയ താല്പര്യമില്ല. ഗ്രീൻ പീസ് കൂട്ടിയുള്ള തോരനോ അല്ലെങ്കിൽ കറിയോ അങ്ങനെയൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞാൽ അത്രയ്ക്കും അധികം അങ്ങനെ നോട്ടില്ല. പക്ഷെ ഞങ്ങൾക്ക് ഇഷ്ടം, എനിക്ക് ചേട്ടനൊക്കെ നല്ല ഇഷ്ടമാണ്. എന്തായാലും എല്ലാം കഴിക്കണമെന്ന് പറഞ്ഞാൽ ഞങ്ങൾ കൊടുക്കാറുണ്ട്. കഴിച്ചേ പറ്റുള്ളൂ. കാരണം നമ്മൾ 3 പേര് മാത്രമേ ഉള്ളപ്പോൾ ഓരോരുത്തർക്ക് നമുക്ക് സ്പെഷ്യലായിട്ട് ഉണ്ടാക്കാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ വാങ്ങിക്കുമ്പോൾ അഡ്ജസ്റ്റ് ചെയ്ത് കഴിക്കണം എന്ന് പറയും. അപ്പം അതുകൊണ്ട് പിന്നെ ഗതി കെട്ട് കഴിയുമ്പോൾ കഴിക്കും. നമുക്ക് മട്ടർ ആവശ്യത്തിനുള്ളതായിട്ടുണ്ട്. ഗ്രീൻ പീസ് ഇത് ഞാൻ നീക്കി വയ്ക്കുകയാണ്. ഇതിനി പിന്നെ നമുക്ക് ക്ലീൻ ചെയ്ത് എടുത്തു വയ്ക്കാം. ക്ലീൻ ചെയ്ത് എടുത്തു വെച്ചാൽ യൂസ് ചെയ്യാൻ നേരത്തെ എളുപ്പമുണ്ട്. വേഗത്തിൽ എടുത്താൽ മതിയല്ലോ. കുറച്ച് ഐറ്റംസൊക്കെ എവിടെ കൊണ്ടു വെച്ചിട്ടുള്ളൂ. സബോളയൊക്കെ വാങ്ങിച്ചത് എല്ലാം ഇവിടെ ഇങ്ങനെ ഇരിക്കണം. ഞാനൊന്നും ഇട്ടിട്ടില്ല. അത് എടുത്ത് വെക്കേണ്ട സ്റ്റാൻഡിലേക്കൊന്നും എടുത്ത് വെച്ചിട്ടില്ല. തക്കാളി നല്ല അടിപൊളി തക്കാളി കിട്ടുന്ന സമയം, നല്ല റെഡ് തക്കാളി ഞാൻ അങ്ങനെ എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ നല്ലപോലെ പഴുത്തപ്പെടുത്തേക്കണം കേട്ടോ. അപ്പോൾ വേഗത്തിൽ പെട്ടെന്ന് യൂസ് ചെയ്യാനുള്ളത് ഞാനിവിടെ പാത്രത്തിലൂടെ എടുത്ത് പുറത്ത് വെച്ചിരിക്കണം. പിന്നെ പഴുപ്പ് ഇത്തിരി കുറഞ്ഞുള്ള അങ്ങനത്തെയൊക്കെയുള്ളത് ഞാൻ ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിന് നമ്മുടെ തക്കാളി ഒഴിക്കുന്നുണ്ട്. പിന്നെ എഗ്ഗ് വാങ്ങിച്ചു. അപ്പോൾ എഗ്ഗ് പഴയതുണ്ടായിരുന്നു, ഞാൻ അവിടെ മാറ്റി വെച്ചേക്കാം. പുതിയതുള്ളത് ഞാൻ അങ്ങോട്ടേക്ക് നീക്കി വെച്ചേക്കുന്നത്. നമ്മൾ മത്തങ്ങ വാങ്ങിച്ചേക്കുന്നു. അപ്പോൾ ഇതെല്ലാം ഇങ്ങനെ എടുത്ത് വെച്ചിരിക്കുകയാണ്. മത്തങ്ങ കൊണ്ട് എന്തെങ്കിലും ഒരു കറി ഉണ്ടാക്കണം. നമ്മുടെ എലിശ്ശേരി കറി ഉണ്ടാക്കണം. ഇപ്പം എന്തായാലും ഇന്നത്തേക്ക് ഇപ്പോൾ വേണ്ട. ഇനിയിപ്പോൾ ഞാൻ വെജിറ്റബിൾസൊക്കെ ഒന്ന് കഴുകിയൊക്കെ എടുക്കട്ടെ. അപ്പോൾ ഇവിടുത്തെ സെറ്റിങ്സ് എല്ലാം മാറ്റി നിങ്ങളെല്ലാം കാണിച്ചിട്ടുണ്ട് വീഡിയോ. ഗീസർ വന്നതിന് ശേഷം നല്ല യൂസ്ഫുൾ ആയിട്ടുള്ളത്. പെട്ടെന്ന് ചൂടാവും. 2 മിനിറ്റ് മതി വെള്ളം ചൂടാവാനായിട്ട്. വെള്ളം ചൂടായി കഴിഞ്ഞാൽ ഈ പൈപ്പിൽ കൂടെ നമുക്ക് നല്ല ചൂടുവെള്ളവും ഈ പൈപ്പിൽ കൂടെ നല്ല തണുത്ത വെള്ളവും വരും. പക്ഷേ വെള്ളം ചൂടാക്കി കഴിഞ്ഞാൽ ഒരു കുറച്ച് നേരത്തേക്ക് ഈ പൈപ്പിനകത്തും നല്ല തിളച്ച വെള്ളമായിരിക്കും. ബൈ മിസ്റ്റേക്കിൽ പൈപ്പ് ഇത് നമ്മൾ അറിയാതെ തുറന്നു കഴിഞ്ഞാൽ കൈമേലേക്ക് നല്ല തിളച്ച വെള്ളം വീഴും. പിന്നല്ലത് എൻ്റെ കൈമേലേക്ക് പൈപ്പ് ഞാൻ തണുത്ത വെള്ളം വിചാരിച്ച് തുറന്നു കേട്ടോ. പക്ഷെ അതാ വെള്ളം വീണ് ഇത്രയും ഒരു ഏരിയ തിളച്ച വെള്ളമായിരുന്നു. പെട്ടെന്ന് ശ്രദ്ധിക്കാണ്ട് മറന്നുപോയി തുറന്നതാണ്. ഞങ്ങളുടെ ഫുള്ളി ഇത്രയും ഒരു ഏരിയ. പിന്നെ വേഗം കൈ വലിച്ചു, അതുകൊണ്ട് രക്ഷപ്പെട്ടു. പിന്നെ തണുത്ത വെള്ളത്തിൽ വെച്ചു.
എന്നാലും അവിടെ ഒരു ചുമപ്പുണ്ട് ഇപ്പോഴും. അങ്ങനെ നമ്മൾ സൂക്ഷിച്ചില്ലെങ്കിൽ അത് പ്രശ്നമാണ്. പക്ഷെ എപ്പോൾ വേണമെങ്കിലും പെട്ടെന്ന് നമുക്ക് വെള്ളം ചൂടായി കിട്ടും. നിങ്ങൾ കുറേ ദിവസങ്ങൾക്ക് ശേഷമായിരിക്കും കുക്കിംഗ് വീഡിയോ കാണുന്നത്. കുറേ ദിവസം നമുക്ക് ബോംബെ വീഡിയോസുകളായിരുന്നു. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് വീണ്ടും നമ്മൾ നമ്മുടെ പഴയ ലൈഫിലേക്ക് വന്നിരിക്കണം. ഞാനിതൊക്കെ ഒന്ന് വാഷ് ചെയ്തെടുക്കട്ടെ. വാഷ് ചെയ്ത് കട്ട് ചെയ്തൊക്കെ എടുക്കണം. ഇത് നമുക്കൊന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കണം. അപ്പം അങ്ങനെ ആ ജോലികളൊക്കെ തീർത്തിട്ട് വരാം. അപ്പോൾ നമ്മുടെ ഐറ്റംസ് ഒക്കെ ഒരുവിധം റെഡി ആക്കിയിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി വേഗത്തിൽ റൈസ് കുക്ക് ചെയ്യാം. ഞാനിന്ന് കുക്കറിലോട്ട് വയ്ക്കുന്നത്. പിന്നെ അരിയൊക്കെ ഇതാ ഇവിടെ ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് ഞങ്ങളിവിടെ UP-യിൽ ഡെയിലി വയ്ക്കുന്ന നോർമൽ റൈസാണ്. അപ്പോൾ ഇത് തന്നെ വെച്ചിട്ട് ഞാൻ ഉണ്ടാക്കുന്ന വെജിറ്റബിൾ റൈസ്, അല്ലാതെ ബിരിയാണി റൈസൊന്നും ഞാൻ എടുത്തുണ്ടാക്കുന്നില്ലെന്ന്. ഇതുകൊണ്ട് സാധാരണ നമുക്ക് ഇവിടുത്തെ പോലത്തെ രീതിയിൽ ഉണ്ടാക്കാം. അപ്പോൾ ആ അരി തന്നെയാണ് ഞാൻ എടുത്തേക്കുന്നത്. വാഷ് ചെയ്തൊക്കെ ഞാൻ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. വേണ്ട ഐറ്റംസുകളൊക്കെ ഇവിടെ റെഡി ആക്കിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ കുക്കർ ചൂടായിട്ടുണ്ട്. നമുക്ക് കുറച്ച് ഓയിലും പിന്നെ ഞാൻ കുറച്ച് നെയ്യും ചേർത്തിട്ടാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ നെയ്യും ഓയിലൊക്കെ നല്ലപോലെ ചൂടായിട്ടുണ്ട്. അപ്പോൾ ഞാൻ എന്താ നമ്മുടെ ഐറ്റംസുകൾ, മസാല ഐറ്റംസൊക്കെ ഇടുന്നുണ്ട്. കറുകപ്പട്ടയുടെ ഇലയും പിന്നെ 2-3 ഏലക്കായ, 1-2 കുരുമുളക്, പിന്നെ ഒരു 1-2 കറുകപ്പട്ടയുടെ കഷ്ണങ്ങൾ, പിന്നെ 2-3 കരയാമ്പു ഇതെല്ലാം ഇട്ടിട്ടുണ്ട്. ഇതിൻ്റെ ഒപ്പം തന്നെ ഇത്തിരി ജീരകം കൂടെ, ചെറിയ ജീരകം കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ജീരകമൊക്കെ പൊട്ടിക്കഴിഞ്ഞു. അപ്പോൾ ഞാൻ എന്താ സബോളയും പിന്നെ ഒരു സബോള കട്ട് ചെയ്തെടുത്തത്, പിന്നെ ഒരു പച്ചമുളക് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ ഇട്ട് കൊടുക്കും. ഇതിലേക്ക് ഇത്തിരി ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തെടുത്തേക്കണം. പിന്നെ നമ്മുടെ മട്ടർ, നമ്മുടെ ഗ്രീൻ പീസ് ഇത് റെഡിയാണ്. പിന്നെ ഉരുളക്കിഴങ്ങിനെ ഞാൻ ചെറിയ കഷ്ണങ്ങളാക്കി ഇതാ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ചെറിയ കഷ്ണങ്ങളാക്കി. എന്താ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒറ്റ വിസിൽ വന്നു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഈ റൈസ് കുക്കാവും. അപ്പോൾ അതിനൊപ്പം തന്നെ വെന്തും കിട്ടണം നമുക്ക് നമ്മുടെ വെജിറ്റബിൾസ്. അപ്പോൾ ആ ഒറ്റ വിസിലിൽ വെന്ത് വരാവുന്ന രീതിയിലാണ് ഞാൻ റെഡിയാക്കിയത്. അപ്പോൾ നമ്മുടെ സവോളയൊക്കെ നമ്മൾ ഒരുവിധം വഴറ്റി കഴിഞ്ഞു. പിന്നെ ഞാൻ ഇതിനകത്തേക്ക് ഒരു കുറച്ച് ഗ്രീൻ പീസും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി അടുത്തത് ഉരുളക്കിഴങ്ങ് കൂടെ വഴങ്ങിയിടുന്നു. അടുത്തത് ക്യാരറ്റ് നമ്മൾ ഗ്രേറ്റ് ചെയ്തത്. അപ്പോൾ നമ്മുടെ എല്ലാ വെജിറ്റബിൾസും നമ്മൾ ഇതിനകത്തേക്ക് ഇട്ടിട്ടുണ്ട്. ഫ്ലെയിം ഇത്തിരി കുറച്ചിട്ടേക്കണം.
നമുക്കിനി ഇതിനകത്തേക്ക് വേണ്ട വെജിറ്റബിൾസിലേക്കും അതുപോലെ റൈസിലേക്കും വേണ്ട ഉപ്പ് ഈ സമയത്ത് നമുക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഉപ്പ് ഞാൻ ഈ സമയത്ത് ചേർത്ത് കൊടുക്കണം കേട്ടോ. റൈസിനുള്ളതുമായി വെജിറ്റബിൾസിനുള്ളതുമായി. പിന്നെ ഇവിടെ ഞാൻ ഒരു പകുതി ചെറുനാരങ്ങയുടെ നീര് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് നമുക്ക് ഏറ്റവും അവസാനം ചേർത്ത് കൊടുക്കാം. ഒരു കുറച്ച് നേരം കൂടി ഒന്ന് വെജിറ്റബിൾസിലേക്കൊന്ന് ഫ്രൈ ചെയ്ത് എടുത്തിട്ട് നമുക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ വെജിറ്റബിൾസൊക്കെ ഞാൻ നല്ലപോലെ ഒന്ന് മിക്സ് ആക്കിയിട്ടുണ്ട്. ഒരു സമയം ഒന്ന് ഫ്രൈ ചെയ്തു. ഇനി നമുക്ക് ഇതിനകത്തേക്ക് റൈസ് നമ്മൾ കഴുകി വെച്ചേക്കുന്നതും കൂടെ ഈ സമയത്ത് ചേർത്ത് കൊടുക്കാം. നമ്മൾ റൈസ് ഇട്ടതിന് ശേഷം ഇതാ ഒന്നും കൂടെ ഫ്രൈ ചെയ്യണം. ഒരിത്തിരി സമയം ഒന്ന് റൈസ് നമുക്കൊന്ന് ഫ്രൈ ചെയ്ത് കൊടുക്കാം. നല്ല തണുപ്പാണെന്ന്. തണുപ്പത്ത് അങ്ങനത്തെ വെജിറ്റബിൾ പുലാവും ചിക്കൻ കറി ചിക്കൻ ഫ്രൈ ഒക്കെ കഴിക്കാൻ അടിപൊളിയായിരിക്കും. ഞങ്ങൾ മാർക്കറ്റിൽ പോയി വന്നപ്പോഴേക്കും ചെറുതായിട്ട് മഴ പെയ്തു കേട്ടോ. ചെറിയൊരു മഴ. ഈ മഴ എന്ന് പറഞ്ഞാൽ ശരിക്കും തണുപ്പൊന്നും കൂടെ കൂടാനുള്ള മഴയാണ്. അപ്പോൾ ഇനി എത്ര ദിവസത്തേക്ക് തണുപ്പുണ്ടാവും എന്നറിയില്ല. എന്നാലും ഈ വർഷം അങ്ങനെ വലിയ സഹിക്കാൻ പറ്റാത്ത തണുപ്പൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. പക്ഷെ ഇന്ന് മൊത്തത്തിൽ കാലാവസ്ഥയ്ക്കൊന്ന് മാറി തണുപ്പാണ്. അപ്പോൾ തണുപ്പ് കൂടിയപ്പോൾ ഞാൻ മഫ്ലർ എടുത്ത് കെട്ടിയത്. എനിക്കിങ്ങനെ തണുപ്പ് അടിച്ചു കഴിഞ്ഞാൽ ചെവി പിടിച്ച് ഇങ്ങനെ ടോൺസിലൈറ്റിസിൻ്റെ പോലത്തെ വേദന വരുമെന്ന്. ചെവിക്കൂടെ ഇങ്ങനെ ഈ തൊണ്ട പിടിച്ച് ഇവിടേക്ക് ഭയങ്കര വേദനയാണ്. അപ്പോൾ നമുക്കിങ്ങനെ ഉമിനീര് ഇറക്കാൻ പോലും പറ്റാത്ത പോലത്തെ രാവിലേക്കൊന്നും പറയണ്ട, ഭയങ്കര വേദനയായിരിക്കും. അപ്പോൾ അതുകൊണ്ട് ഞാൻ എന്നെ തന്നെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടി എടുത്ത് കെട്ടിയേക്കുന്നത്. പിന്നെ പുറത്ത് ഞങ്ങൾ സ്കൂളിലൊക്കെ പോകുന്ന സമയത്ത് എന്നും കെട്ടിയിട്ടോ പോകുന്നത്. എല്ലാവരും തന്നെ ഷോളോ അല്ലെങ്കിൽ മഫ്ലറോ ഒക്കെ ചുറ്റിയിട്ട് വരാം. അല്ലെങ്കിൽ മഞ്ഞോ തണുപ്പൊക്കെ അടിച്ച് കഴിഞ്ഞാൽ മഞ്ഞെന്ന് പറയാനില്ല കേട്ടോ. ഈ വർഷം തണുപ്പാണ്. തണുത്ത കാറ്റ് ഇങ്ങനെ ചെവി കൂടെ കയറി കഴിഞ്ഞാൽ ഭയങ്കര ചെവി വേദനയായിരിക്കും. തണുപ്പ് കൂടിയായതുകൊണ്ട് ഞാൻ ജനലിലേക്ക് അടച്ചിട്ടിരുമ്പോൾ ഞാൻ തുറന്ന് കാണിച്ചു തരുന്നത് നിങ്ങളെ. ഇതായി ഇപ്പോഴും മഴ പെയ്തുകൊണ്ടിരിക്കും കേട്ടോ. ചെറുതായിട്ട് മഴ പെയ്തുകൊണ്ടിരിക്കും. കാറ്റുണ്ട് പുറത്ത് കാറ്റുണ്ട്. തീയും കെട്ടുപോകും വേഗം. അപ്പോൾ ഓക്കെ, നമ്മുടെ റൈസ് അങ്ങനെ ഫ്രൈ ആയിട്ടുണ്ട്. ഇനി അധികം നേരം എടുക്കുന്നില്ല. അതിനകത്തേക്ക് നമ്മൾ പിഴിഞ്ഞ് വെച്ചിരിക്കുന്ന നാരങ്ങ നീര് കൂടി ചേർത്ത് കൊടുക്കണം. നാരങ്ങ നീര് ചേർത്ത് കൊടുക്കുന്നത് റൈസൊക്കെ നല്ലപോലെ വിട്ട് കിട്ടാനായിട്ടാണ്. ഞാൻ ഒരു ഗ്ലാസ് റൈസ് ആയിട്ട് എടുത്തേക്കണേ. അപ്പോൾ അതിന് ഒരു 1.25 ഗ്ലാസ് വെള്ളമാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. ഒരു ഗ്ലാസ് അരിക്ക് 2 ഗ്ലാസ് വെള്ളമുള്ളത് നമ്മുടെ ഡബിൾ വെള്ളമായിട്ട് നമ്മൾ ഒഴിക്കുമ്പോൾ. പക്ഷെ അതിലും ഇത്തിരി കുറച്ച് 1.25 ഗ്ലാസ് ആയിട്ടാണ് ഒഴിച്ചു കൊടുക്കുന്നത്. നമുക്കൊന്ന് നല്ലപോലെ ഒന്ന് മിക്സ് ആക്കി കൊടുത്ത് അടച്ചു വെച്ച് ഒരു വിസിൽ എടുപ്പിക്കാം. ഞാൻ ഇതിനകത്ത് വേറെ ഒരു മസാലയൊന്നും ഇട്ടിട്ടില്ല കേട്ടോ. സിമ്പിളായിട്ടുള്ള വെജിറ്റബിൾ പുലാവ് എന്ന് പറയാം, വെജിറ്റബിൾ റൈസ് എന്ന് പറയാം. അപ്പം അങ്ങനെ സിമ്പിളായിട്ടുള്ളത് ഉണ്ടാക്കുന്നു. നമുക്ക് അടച്ചു വയ്ക്കാം. ഒരു വിസിൽ വന്നു കഴിയുമ്പോൾ നമുക്ക് ഓഫാക്കാം. അപ്പോൾ നമ്മുടെ റൈസ് റെഡി ആയിട്ടുണ്ടോ. എനിക്കിനി ഇവിടെ ക്ലീനിങ് കാര്യങ്ങളെല്ലാം കിടക്കണം. ഇതെല്ലാം ക്ലീൻ ചെയ്യണം. പിന്നെ കറി എടുത്തൊന്ന് ചൂടാക്കണം. ഇന്നലെ രാത്രി ഉണ്ടാക്കിയത് ഞാൻ തേങ്ങാപ്പാൽ പിഴിഞ്ഞുള്ള കറി ഉണ്ടാക്കിയതാണ്. അപ്പോൾ ഇന്ന് ഉച്ചക്കലത്തേക്കും കൂടി ഉണ്ട്. അപ്പോൾ അതെടുത്തൊന്ന് ചൂടാക്കിയിട്ട് വേണം. അപ്പോൾ അത് ആ ജോലികളിലേക്കൊക്കെ ഒന്ന് കിടക്കട്ടെ. അപ്പോൾ പാത്രങ്ങൾ കഴുകാൻ ഇപ്പോൾ ഈ തണുപ്പത്ത് നമുക്ക് തണുത്ത വെള്ളത്തിൽ കഴുകാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ അതുകൊണ്ട് ഞാൻ നമ്മുടെ ഗീസർ ഓണാക്കി കഴിഞ്ഞാൽ 2 മിനിറ്റ് കൊണ്ട് തന്നെ വെള്ളം ചൂടായിക്കോളും. അപ്പോൾ ചൂടായി കഴിഞ്ഞാൽ നമുക്ക് ഇത്തിരി എന്താ പറയുക, ചെറിയ ചൂടുവെള്ളത്തിൽ നമുക്ക് കഴുകിയെടുത്താൽ തണുപ്പ് ഫീൽ ചെയ്യേണ്ടി കഴിക്കി. അപ്പോൾ പ്ലേറ്റുകളൊക്കെ കഴുകാൻ തുടങ്ങിയപ്പോഴേക്കും തന്നെ വെള്ളം ചൂടായിട്ടോ, പെട്ടെന്ന് വെള്ളം ചൂടായി കിട്ടുന്നുണ്ട്. അപ്പോൾ നമ്മുടെ പ്ലേറ്റ്സ് കാര്യങ്ങളെല്ലാം വാഷ് ചെയ്തൊക്കെ കഴിഞ്ഞു. കുക്കറിൽ നിന്നായാലും വിസിലൊക്കെ വന്നു. അപ്പോൾ ഒരു വിസിൽ വന്ന് പ്രഷർ പോയിട്ടില്ല കേട്ടോ. അതുകൊണ്ട് ഞാൻ തുറക്കാത്ത, പ്രഷർ പോകാറാവുന്നേ ഉള്ളൂ. പിന്നെ കറി ഞാൻ ഇതോടെ തിളയ്ക്കാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ കറി ഇതാ നല്ല പോലെ തിളച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ചിക്കൻ കറിയിൽ ഞാൻ ചിക്കൻ്റെ ഒപ്പം ഉരുളക്കിഴങ്ങും കൂടി ഇട്ടായിരുന്നു കേട്ടോ. നല്ല ഉരുളക്കിഴങ്ങും കൂടി ഇട്ട് പാല് പിഴിഞ്ഞ് വെച്ചിരിക്കുന്ന കറിയാണ്. അപ്പോൾ കറി നന്നായി തിളയ്ക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് കറി ഓഫാക്കാം. കറി റെഡി ആയിട്ടുണ്ട്.
റൈസിന് ഇനി പ്രഷർ പോയിട്ട് വേണം. പിന്നെ ഞാനിവിടെ ഒരു കുറച്ച് മല്ലിയില എടുത്തിട്ടുണ്ട് നമ്മുടെ വെജിറ്റബിൾ റൈസിലേക്ക് ഇടാനായിട്ട്. ഇതൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഇതായിപ്പോൾ പ്രഷറൊക്കെ പോയിട്ടുണ്ട്. നമുക്ക് ഈ കുക്കറൊന്ന് തുറന്ന് നോക്കാം. ഇപ്പം നമ്മുടെ റൈസ് ഇവിടെ വെജിറ്റബിൾ റൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നല്ല പോലെ തന്നെ റൈസ് നമുക്ക് വിട്ട് കിട്ടിയിട്ടുണ്ട്. നമുക്കിതിനകത്തേക്ക് ഒരു കുറച്ച് മല്ലിയിലയും കൂടി ഇട്ടിട്ട് നമുക്ക് നല്ലപോലെ മിക്സ് ആക്കാം. പിന്നെ ഞാൻ ഇതിൽ നിന്ന് ആ ഒരു ഇല ഒന്ന് മാറ്റുന്നുണ്ട്. നമുക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന മല്ലിയില ഇതിനകത്തേക്ക് ചേർത്ത് നല്ലപോലെ ഒന്ന് മിക്സ് ആക്കാം. ക്യാരറ്റിൻ്റെ കളറൊക്കെ നല്ലപോലെ ഇതിനകത്തേക്ക് പിടിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ചെറിയൊരു അവിടെ ഇവിടെയൊക്കെ ഒരു റെഡിഷ് കളറ് ഫീൽ ചെയ്യുന്നത്. ഇവിടെ ഉരുളക്കിഴങ്ങും നമ്മളിട്ട കഷ്ണങ്ങളൊക്കെ നല്ലപോലെ വെന്തുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ റൈസ് റെഡി. അപ്പോൾ ഇത്രയുള്ള നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങൾ. ഇന്നത്തെ വീഡിയോ ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്. വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം കമൻസിലൂടെ അറിയിക്കാൻ മറക്കരുത്. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും എന്നെ സപ്പോർട്ട് ചെയ്യാനും ഒട്ടും തന്നെ മറക്കരുത് കേട്ടോ. തൊണ്ടയൊക്കെ ശരിയായി വരുന്നതേ ഉള്ളൂ. പിന്നെ ഫേസ്ബുക്കിലാണ് നിങ്ങൾ എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ ലിജീസ് വ്ളോഗ്സ് എന്നുള്ള ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ഇതുവരെ നിങ്ങൾ ഫോളോ ചെയ്തിട്ടില്ലെങ്കിൽ ഫോളോ എന്നുള്ള ഒരു ബട്ടൺ ക്ലിക്ക് ചെയ്യാൻ ഒട്ടും തന്നെ മറക്കരുത്. വീണ്ടും നമുക്ക് നല്ലൊരു അടിപൊളി വീഡിയോയുമായി കാണാം. ബൈ ബൈ.